Hi dears and welcome to a new video. Calicut യൂണിവേഴ്സിറ്റിയുടെ 2022 PG അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്ലിക്കേഷൻസ് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ PGക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത് എന്നത് വിശദമായിട്ട് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പലരും ചോദിച്ചിരുന്നു ഈ ഓപ്ഷൻസ് കൊടുക്കുന്നതിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന്. കാരണം നമ്മൾ പ്രീവിയസ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഓപ്ഷൻ കൊടുക്കുന്നതിലാണ് നിങ്ങളുടെ അഡ്മിഷൻ ഇരിക്കുന്നത്, അതായത് അഡ്മിഷന്റെ പോസിബിലിറ്റി ഇരിക്കുന്നത്. ഈ ഓപ്ഷൻസ് കൊടുക്കുന്ന ആ ഒരു ഓർഡറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം, എങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. ജസ്റ്റ് അപ്ലൈ ചെയ്യാന്നുള്ളതല്ല ടാസ്ക്. ഈ ഓപ്ഷൻസ് കൊടുക്കുന്നത് വളരെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വളരെ സയന്റിഫിക് ആയിട്ട് ഈ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ സ്റ്റാൻഡ് എവിടെയാണ്, ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ കുട്ടികൾ കയറിയിട്ടുള്ള കുട്ടികളുടെ മാർക്സ് വെച്ചിട്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നത് നിങ്ങൾക്കൊരു നല്ല ധാരണ ഉണ്ടായിരിക്കണം. അഡ്മിഷന് മുന്നേ മീൻസ് ഈ ഓപ്ഷൻസ് കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അഡ്മിഷനുള്ള പോസിബിലിറ്റി കൂടുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം, എങ്ങനെയാണ് ഈ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്, അതിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നത് കാണാം. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ആൻഡ് ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. ഇതേപോലെയുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ജോബ് വേക്കൻസീസും കാര്യങ്ങളൊക്കെയാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ സജഷൻ അനുസരിച്ച് നമ്മളത് മോഡിഫൈ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ ഈ വീഡിയോസും ഈ ഇൻഫർമേഷനും നിങ്ങൾ ഷെയർ ചെയ്തും കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് DOAയുടെ സൈറ്റാണ്, ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. അപ്പോൾ അപ്ലൈ ചെയ്തവർക്ക് ഇത് അറിയുന്നുണ്ടാവും. ഈ സൈറ്റ് അപ്ലൈ ചെയ്യാനിരിക്കുന്നവരും ഈ സൈറ്റ് ഒക്കെ ഫെമിലിയറൈസ് ചെയ്തിട്ടുണ്ടാവും. സൈറ്റ് അഡ്രസ്സ് വരുന്നത് admission.uoc.ac.in എന്ന വെബ്സൈറ്റാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷന്റെ സൈറ്റാണ്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ PGCAP 2022-23 അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PGയുടെ സ്പെസിഫിക് ആയിട്ടുള്ള പേജിലേക്ക് പോകും. അവിടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ടസ്, പ്രസ് റിലീസ്, അപ്ലൈ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള പേജിലേക്ക് പോകും. ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് ഇൻഡെക്സിങ് റൂൾ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പിന്നെ കമ്മ്യൂണിറ്റി കോട്ട ഡീറ്റെയിൽസ്, എയ്ഡഡ് കോളേജസ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നത് 4/8/2022 ആണ്, വൈകിട്ട് 5 മണി വരെ. ഇനി പ്രീവിയസ് ഇയേഴ്സ് ഇൻഡെക്സ് മാർക്കും ഇവിടെ അവൈലബിൾ ആണ്. ക്ലിക്ക് ഹിയർ കൊടുത്താൽ അതും കാണാം. ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് ഇൻഡെക്സിങ് റൂളും പ്രീവിയസ് ഇൻഡെക്സ് മാർക്കും, ഈ രണ്ട് ഓപ്ഷൻസ്. അപ്പോൾ ഇത് വെറുതെ കൊടുത്തതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതെന്താന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ നമ്മൾ ആദ്യം തന്നെ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് ഇൻഡെക്സിങ് റൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇൻഡെക്സ് മാർക്കുകൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു PDF ഇവിടെ ഡൗൺലോഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കോഴ്സസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു BA ഇംഗ്ലീഷ് കഴിഞ്ഞ ആൾ MA ഇംഗ്ലീഷിനാണ് ചേരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഫസ്റ്റ് വന്നിട്ടില്ലേ, എന്താ MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്ന് അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് നോക്കി നോക്കൂ. എലിജിബിലിറ്റി വരുന്നത് നിങ്ങളുടെ ഇത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്, എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ആണ്. 45% മാർക്സ് വേണം നിങ്ങളുടെ ഡിഗ്രിക്ക് അല്ലെങ്കിൽ BAക്ക്. അതാണ് എലിജിബിലിറ്റി വരുന്നത്. ഇനി ഒരുപാട് കുറച്ച് താഴെ പോയി കഴിഞ്ഞാൽ ഇൻഡെക്സിങ് റൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. See here, ഇത് ഓരോന്നിൻ്റെ ഇൻഡെക്സ് മാർക്കാണ്. സബ്ജക്റ്റ് നമുക്ക് നോക്കാം. MA മലയാളം. MA മലയാളത്തിന് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. CG1 × C1 + CG2 × C2 /C1 + C2 × 1000/K. അപ്പോൾ ഇത് ഭയങ്കര ഒരു കോംപ്ലക്സ് ആയിട്ടൊന്നും വിചാരിക്കേണ്ട. കാര്യങ്ങൾ എന്താന്ന് കറക്റ്റ് ആയിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂസ് നിങ്ങൾ ജസ്റ്റ് ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്താന്ന് പറഞ്ഞുതരാം. അപ്പോൾ CG1 എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ ഓവറോൾ CGPA. അപ്പോൾ ഈ CGPA എങ്ങനെ വരാം? 6 പോയിന്റിൽ വരാം, 4 പോയിന്റിൽ വരാം, 10 പോയിന്റിൽ വരാം അല്ലേ? CGPA 4ൽ ഔട്ട് ഓഫ് 4 ഉള്ളവരുണ്ട്, ഔട്ട് ഓഫ് 6 ഉള്ളവരുണ്ട്, ഔട്ട് ഓഫ് 10 ഉള്ളവരുണ്ട്. ഓരോ സിസ്റ്റം CCSS സിസ്റ്റം ആണെങ്കിൽ 4 പോയിന്റിലാണ്, CUCBCSS ആണെങ്കിൽ 6 പോയിന്റിലാണ് ഗ്രേഡ് സിസ്റ്റം, CBCSS ആണെങ്കിൽ 10 പോയിന്റിലാണ്. അപ്പം നിങ്ങളുടെ ഏത് പോയിന്റിലാണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. അതിനനുസരിച്ച് അവിടെ CGPAയുടെ വാല്യൂ കൊടുക്കുക. ഓക്കെ, ഇനി CG2 എന്ന് പറഞ്ഞാൽ കോർ CGPA. ഓക്കെ, പെർസെന്റ് ഓഫ് കോർ CGPA ബാർ കോമൺ കോഴ്സ് CGPA. നിങ്ങളുടെ കോർ സബ്ജക്റ്റിന്റെ CGPA അല്ലെങ്കിൽ കോമൺ കോഴ്സിന്റെ CGPA ആണ് ഈ CG2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ CG1ഉം കിട്ടി, CG2ഉം കിട്ടി. ഇനി C1ഉം C2 അല്ലേ? C1 ഓരോന്നിനും എന്താ വാല്യൂ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. C1 is 120. C2 ക്രെഡിറ്റ് ആണ്, നിങ്ങളുടെ ക്രെഡിറ്റ് റൂൾ ആണ് വരുന്നത്. 62 ആണ് കോർ കോഴ്സസിന്, 64 ഫോർ 6 പോയിന്റ് ഗ്രേഡ് ആൻഡ് 63 ഫോർ 10 പോയിന്റ് ഗ്രേഡ്. അതേപോലെ ഓരോന്നിനും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡബിൾ മെയിൻ ആണെങ്കിൽ C2 എന്ന് പറയുന്നത് 39 ആണ്, 40 ആണ്, 6 പോയിന്റിൽ 38 ആണ്. അങ്ങനെ ഓരോ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി മാർക്ക് സിസ്റ്റം ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലോ M1 plus M2 by M1 max plus M2 max. M1 max M2 max എന്ന് പറഞ്ഞാൽ M1 നിങ്ങളുടെ ടോട്ടൽ മാർക്കും M2 ടോട്ടൽ സ്കോർഡ് മാർക്കും M2 നിങ്ങളുടെ സെക്കൻഡറി ലാംഗ്വേജ് അല്ലെങ്കിൽ കോർ കോഴ്സിനുള്ള മാർക്സുമാണ് M1ഉം M2. M1 max M2 max എന്ന് പറഞ്ഞാൽ മാക്സിമം മാർക്സ് പോസിബിൾ ഫോർ യുവർ ടോട്ടൽ മാർക്സ് ആൻഡ് സെക്കൻഡറി ലാംഗ്വേജ് മാർക്സ്. അപ്പോൾ ആ രീതിയിലാണ് മാർക്കിംഗ് സിസ്റ്റം ആണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇതാ ഇൻഡെക്സ് ഇക്വേഷൻ ഫോർ MA സാൻസ്ക്രിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, കണ്ടു പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ PG സ്റ്റുഡൻസ്, PG അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് അല്ലേ, ഇത് വലിയൊരു ഇക്വേഷനൊന്നും കാര്യങ്ങളൊന്നും അല്ല. എന്താ അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ടൊന്ന് അറിയാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഓരോ ലാംഗ്വേജിനും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനും ഇൻഡെക്സ് മാർക്കിംഗ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഈ ഒരു PDF-ൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റിൻ്റെ ഇക്വേഷൻ നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. MSc കെമിസ്ട്രി, മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി, ഹോം സയൻസ്, അതിനൊക്കെ ഒരു കോമൺ ഇക്വേഷൻ ആണ് വരുന്നത്. ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ കോംപ്ലിമെന്ററി കോഴ്സസിനൊക്കെ വെയിറ്റേജ് കുറച്ചിട്ട് നിങ്ങളുടെ കോർ കോഴ്സസിന് വെയിറ്റേജ് കൂട്ടിക്കൊണ്ടുള്ള ഒരു ഇക്വേഷൻ ആണിത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ MSc കെമിസ്ട്രിക്കാണ് അപ്ലൈ ചെയ്യുന്നത്, BSc കെമിസ്ട്രി കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങളുടെ കെമിസ്ട്രിയുടെ മാർക്സിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ കോംപ്ലിമെന്ററി കോഴ്സ്, അടുത്ത പ്രിഫറൻസ് വരുന്നത് കോംപ്ലിമെന്ററി കോഴ്സിനാണ്. കോംപ്ലിമെന്ററി കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെമിസ്ട്രിക്ക് സബ് ആയിട്ട് വരുന്നത് ചിലപ്പോൾ ഫിസിക്സും മാത്സും ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും ആയിരിക്കാം, മാത്സും കമ്പ്യൂട്ടർ സയൻസും, മാത്സും സ്റ്റാറ്റി എന്തെങ്കിലും ആവാം ആ സെക്കൻഡറി കോഴ്സസ് വരുന്നത്. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ കോംപ്ലിമെന്ററി. അപ്പോൾ കോർ കോഴ്സിനും കോംപ്ലിമെന്ററി കോഴ്സിനുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് PGക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അതർ സബ്ജക്ട്സ് വരുന്നുണ്ട്, ലാംഗ്വേജസ് വരുന്നുണ്ട്, ഓപ്പൺ കോഴ്സസ് ഒക്കെ വരുന്നുണ്ട്. അതിനധികം ഇമ്പോർട്ടൻസ് ഇല്ലാതെ കോർ പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ ഇൻഡെക്സ് മാർക്കിംഗ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെത് നിങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ PDF എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. PDF-നെ വളരെ നിസ്സാരമായിട്ട് കരുതിയിട്ട് വെറുതെ തട്ടിക്കളയരുത്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ മാത്രം നോക്കിയാൽ മതി. എല്ലാം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ സബ്ജക്റ്റിന്റെ നോക്കുക, നിങ്ങളുടെ ക്രെഡിറ്റ് സിസ്റ്റം ഏതാണ് നോക്കുക, അതിനനുസരിച്ച് ആ ഇക്വേഷനിൽ വാല്യൂസ് ഇൻപുട്ട് ചെയ്യുക, ഒരു കാൽക്കുലേറ്റർ എടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ആയല്ലോ. ഓക്കെ, ഇനി ഇൻഡെക്സ് മാർക്ക് ഇത് കറക്റ്റ് ഇതല്ല കേട്ടോ. ഇൻഡെക്സ് മാർക്ക് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ആവറേജ് ഇൻഡെക്സ് മാർക്കാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് റിസർവേഷൻ മാർക്സ് കൂടുതൽ വരുന്നുണ്ടാവും. അതായത് BSc ഫിസിക്സ് പഠിച്ച ഒരാൾ MSc ഫിസിക്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 10% വെയിറ്റേജ് കൂടുതലുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ കുറച്ച് വെയിറ്റേജസും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ട് ഇൻഡെക്സ് മാർക്കിൻ്റെ കൂടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇൻഡെക്സ് മാർക്കിങ്ങിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. എന്താണ്? നമ്മുടെ സ്വന്തം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റിൽ നമുക്കുള്ള ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഇൻഡെക്സ് മാർക്ക് ഉണ്ട് അല്ലേ? ഇനി എങ്ങനെയാണ് അത് നമ്മൾ ചെക്ക് ചെയ്യാം?
ഇവിടെ പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ക്ലിക്ക് ഓൺ ടു പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വന്നു. അപ്പോൾ അവിടെ കോളേജ് ഉണ്ട്, കോളേജ് ടൈപ്പ്, കോഴ്സ് ടൈപ്പ്, ഡിസ്ട്രിക്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു കോളേജ് നമുക്ക് കൊടുക്കാം. കോഴിക്കോട് ഡിസ്ട്രിക്ട്. സെർച്ച് കൊടുത്ത് നോക്കട്ടെ. സോ നമ്മളൊരു കോളേജ് കൊടുത്തപ്പം അവിടെയുള്ള കോഴ്സസിന്റെ ഡീറ്റെയിൽസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, SM കോളേജ് ചേളന്നൂർ, അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള കോളേജ്. എയ്ഡഡ് കോളേജ് ആണ്. അപ്പം അതിലെ സബ്ജക്റ്റുകൾ എയ്ഡഡ് ആണോ അല്ലേന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, അവിടെ കൊടുക്കുന്ന PG കോഴ്സസ്, അവിടെ ഉള്ള PG കോഴ്സസ് എല്ലാം തന്നെ എയ്ഡഡ് കോഴ്സ് ആണ്. സീറ്റ് എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ നോക്കൂ. ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഈ ഒരു കോളേജിൽ ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാ? MA എക്കണോമിക്സ്. MA എക്കണോമിക്സിന് ഓപ്പൺ കാറ്റഗറിയിൽ അവസാനം ജോയിൻ ചെയ്ത കുട്ടിയുടെ ഇൻഡെക്സ് മാർക്കാണ് 842.002. അപ്പോൾ മിനിമം 842 അല്ലെങ്കിൽ 840-നേക്കാളും കൂടുതൽ മാർക്കുള്ള ഒരാൾ ഈ ഒരു കോളേജ് അപ്ലൈ ചെയ്താലാണ് ആ കുട്ടിക്ക് അവിടെ കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. നിങ്ങളുടെ മാർക്ക് വരുന്നത് ഒരു 750s-ലാണ്. 750s-ലാണെങ്കിൽ ഈ ഒരു കോളേജ് നിങ്ങൾ മുകളിൽ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ലഭിക്കുമെന്ന് വിചാരിക്കുന്നത് അത്ര ഒരു നല്ല ഒരു തീരുമാനമല്ല. കാരണം നിങ്ങളുടെ ഒരു ഇൻഡെക്സ് മാർക്കിനനുസരിച്ച് നിങ്ങളൊരു കോളേജ് കണ്ടുപിടിക്കും. അപ്പോൾ നല്ല മാർക്കുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഓക്കെ, വിത്തൗട്ട് ഓൾ ദീസ് തിങ്സ് നിങ്ങൾക്ക് നല്ല ഗവൺമെന്റ് കോളേജസ് ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ട് അതിനുശേഷം എയ്ഡഡ് കോളേജസ് കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ കൊടുത്തു പോയാൽ മതി. ഇനി മിഡിലിൽ നിൽക്കുന്ന ഒരു കാറ്റഗറി ഉണ്ടാവും. വെരി ഹൈ മാർക്സും അല്ല, എന്നാൽ മോശമില്ലാത്ത മാർക്സും ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റുഡൻസിനാണ് ഈ ഒരു ഇൻഡെക്സ് മാർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതും കോളേജിന്റെ ഇൻഡെക്സ് മാർക്ക് ആയിട്ട് കമ്പയർ ചെയ്യുന്നതൊക്കെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനുള്ള ഒരു ടാസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇത് അടുത്തതൊന്ന് നോക്കാം. MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വന്നിരിക്കുന്നത് 927.25 ആണ്. അത്യാവശ്യം നല്ല ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോളേജിൽ MA ഇംഗ്ലീഷിന് കൊടുത്താൽ മതി. 927 ആണ് അവിടെ ഇൻഡെക്സ് മാർക്ക്. അപ്പം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അത് ഈ ഒരു ഇൻഡെക്സ് മാർക്കിനേക്കാളും അത് കൂടുതലാണോ കുറവാണോ എന്ന് ചെക്ക് ചെയ്യാം. കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗീവ് ദിസ് കോളേജ്. ഓക്കെ, ഓപ്ഷനിൽ ഈ കോളേജ് മുകളിൽ തന്നെ ഓപ്ഷൻ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വെക്കുക. ഇനി അടുത്തൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് മുകളിൽ ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. കാരണം ഇത് ലാസ്റ്റ് ഇയർ ഇൻഡെക്സ് മാർക്കാണ്. ഈ ദിസ് ഇയർ ഇറ്റ് മേ വേരി. അതുകൊണ്ട് അങ്ങനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. വേറൊരു കോളേജ് നമുക്ക് കൊടുത്തു നോക്കാം. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ MA എക്കണോമിക്സ് സെൽഫ് ഫിനാൻസിങ് ആണ്. അവിടെ ഓപ്പൺ കാറ്റഗറി 842 ആണ് ലാസ്റ്റ് വന്നിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് MA എക്കണോമിക്സ്. EWSന് 772 ആണ്. ഇനി MSc കെമിസ്ട്രി നോക്കൂ. MSc കെമിസ്ട്രി എയ്ഡഡ് കോഴ്സ് ആണ്. അവിടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുള്ളത് 1063 ആണ്. അപ്പോൾ നല്ല ഹൈ മാർക്സ് ഉള്ളവർ മാത്രം അവിടെ കെമിസ്ട്രിക്ക് കൊടുക്കുന്നതായിരിക്കും ഒരു ബുദ്ധിപരമായ ഒരു നീക്കം. അപ്പം അങ്ങനെ ഓരോ കോളേജിൻ്റെയും ഓക്കെ MAMOയിൽ MCOM-ഉം MSc കെമിസ്ട്രി, MSc മാത്തമാറ്റിക്സ് ഒക്കെ സെൽഫ് ഫിനാൻസിങ് ആണ്. അതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക ഓപ്ഷൻ കൊടുക്കുമ്പോൾ. ഇവൺ ദോ ഇറ്റ് സെൽഫ് ഫിനാൻസിങ്, ഇൻഡെക്സ് മാർക്ക് ഒക്കെ നല്ല ഹൈ തന്നെയാണ്. 959 ഒക്കെയാണ് MSc കെമിസ്ട്രിക്ക് ലാസ്റ്റ് ചേർന്ന കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് വരുന്നത്. ഇത് ലാസ്റ്റ് ചേർന്ന കുട്ടിയുടെ ആവും. ഓക്കെ, നോക്കുക. അപ്പോൾ ഫസ്റ്റ് ചേർന്ന കുട്ടിയൊക്കെ വെരി ഹൈ മാർക്സിലായിരിക്കും ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടാവുക. സീറ്റ്സ്, നമ്പർ ഓഫ് സീറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോ കോളേജും ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനെക്കാളും താഴെ പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുള്ള കോളേജസ് മുകളിൽ ഓപ്ഷൻ ആയിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ലിസ്റ്റ് ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യുക. അതായത് അതിനുശേഷം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക.
അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ഓപ്ഷൻ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷന് മോർ ഹെൽപ്ഫുൾ. അല്ലെങ്കിൽ കൂടുതൽ അഡ്മിഷൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുക ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ സയന്റിഫിക് ആയിട്ട് കൊടുക്കുന്നവർക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക. വെറുതെ എനിക്ക് ആ കോളേജ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ PGക്ക് വളരെ കുറവ് സീറ്റ്സേ ഉള്ളൂ. ഓരോ സബ്ജക്റ്റിനും 10 സീറ്റ്സ് 12 സീറ്റ്സ് ഒക്കെയാണ് ഓരോ കോളേജിലും വരുന്നത്. ഡിഗ്രിക്ക് 40 സീറ്റ്സ് 66 സീറ്റ്സ് ഒക്കെ വരുന്ന സ്ഥലത്താണ് PGക്ക് 10 12 ഒക്കെ വരുന്നത്. അപ്പോൾ വളരെ കുറച്ച് സീറ്റ്സേ ഉള്ളൂ. അതിൽ തന്നെ പലതും റിസർവേഷൻ ഒക്കെ പോവും. അപ്പോൾ എന്താ പറയുക, ഇതുപോലെ നോക്കിയിട്ടൊക്കെ കൊടുക്കുക ഓപ്ഷൻസ്. ഓക്കെ, സോ ബെസ്റ്റ് വിഷസ്. എല്ലാവരും അപ്ലൈ ചെയ്യാം. ഇതുപോലെ ഓപ്ഷൻസ് ഒക്കെ എഴുതി പ്രിപ്പയർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.